ഹായ്. ഹായ്. റെഡിയാവാ? ഓക്കെ. ബൈ പറയും. ബൈ. ഹലോ. അപ്പം പുതിയൊരു ഡേ, പുതിയൊരു വ്ളോഗാണ്. വ്ളോഗൊക്കെ പുതിയതാണെങ്കിലും കുറേയൊക്കെ ആക്ടിവിറ്റീസൊക്കെ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതെ ഞാൻ അലക്കാൻ തന്നെയാണ് പോകുന്നത്. അപ്പോൾ മോൻ്റെ തുണി വാഷ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ഡിറ്റർജൻറ്റ് ഞാൻ കാണിക്കാം. ഞാൻ പൊതുവേ സെയിം സാധനം തന്നെ റിപ്പീറ്റഡായിട്ട് വാങ്ങുന്ന ആളല്ല കേട്ടോ. എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം സർഫ് മേടിച്ചാൽ വേറെ പ്രാവശ്യം ഹെൻകോ, അങ്ങനെ പല പല ബ്രാൻഡ്സ് മേടിക്കുന്ന ആളാണ്. ഒരേപോലത്തെ ഫ്രേഗ്രൻസ് ഇഷ്ടമല്ല. അപ്പോഴാണ് ഞാൻ റീസെൻ്റ്ലി കൊപ്പാറോയുടെ ലിക്വിഡ് ഡിറ്റർജൻറ്റ് മേടിച്ച് നോക്കിയത്. നല്ലതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫ്രേഗ്രൻസ് ആണെങ്കിലും പിന്നെ അതിനകത്ത് കെമിക്കൽസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആദ്യം ഞാൻ ഈ ബോട്ടിലാട്ടോ മേടിച്ചത്. ഇത് ഫിനിഷ് ആയപ്പോഴത്തേക്കും അപ്പുറത്തിരിക്കുന്ന ആ വലിയ പാക്കറ്റ് മേടിച്ചു. നല്ല മണമാണ്, പിന്നെ നല്ലതാണ്. പിന്നെ എനിക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയ വേറെ കാര്യം, ഞങ്ങളുടെ തുണി വാഷ് ചെയ്യാനായിട്ട് ഒരു ലിക്വിഡും മോൻ്റെ തുണി വാഷ് ചെയ്യാൻ ഞാൻ മറ്റേ മാമ എർത്ത്, ഹിമാലയ അങ്ങനത്തെ ബ്രാൻഡൊക്കെയാണ് മേടിക്കുന്നത്. ഇതിപ്പം കെമിക്കൽ ഫ്രീ ആയതുകൊണ്ട് ഞങ്ങളുടെ രണ്ട് സെറ്റ് തുണിയും ഇത് വെച്ച് തന്നെ വാഷ് ചെയ്യും. അപ്പോൾ ഇതാണ് ലാവൻഡറാണ് പുതിയ ഫ്രേഗ്രൻസ്, അടിപൊളിയാണ്. പിന്നെ ഇത് ഫ്ലോർ ക്ലീനറും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര അഫോർഡബിൾ ആട്ടോ, ഒരുപാട് പൈസയൊന്നും ആയിട്ടില്ല ഇതിന്. അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ്. അപ്പം ഒരു ചേഞ്ചിന് ഞാൻ അത് കാണിച്ചു അലക്കിന് പകരം. അപ്പം തുണി വാഷ് ചെയ്യാൻ ഇട്ടിട്ട് ഇനി നേരെ പോവാണ്. ഇത് തേഴ്സ്ഡേ എടുത്തിട്ടുള്ള വ്ളോഗാണ്. അപ്പം സാധാരണ തേഴ്സ്ഡേയിൽ ഇത്രയും സമാധാനമായിട്ട് ബെഡ്ഷീറ്റൊക്കെ മടക്കുന്ന എന്നെ നിങ്ങൾക്ക് കാണാനേ പറ്റത്തില്ല. വെപ്രാളവും പരവേശവും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമായിരിക്കും ഞാൻ. പക്ഷേ ഇന്നത്തെ ഡേയുടെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഹസ്ബൻഡ് ഇല്ല. അപ്പം നാട്ടിൽ പോയി എന്ന് പറഞ്ഞാൽ രാത്രി തന്നെ തിരിച്ചെത്തി. അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന ഫ്രൈഡേ ഇന്നാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ലഞ്ച് ഉണ്ടാക്കലും അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള ബഹളങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കാമായിട്ടുള്ള ഒരു മോർണിംഗ് ആയിരുന്നു. അപ്പോൾ മോൻ ഉറങ്ങുവാണ്. ശരിക്കും ഞാൻ വ്ളോഗ് എടുക്കണം, കുറച്ച് നേരത്തെ എണ്ണിക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും എന്നെ വിളിച്ചുണർത്തുകയാണ് ചെയ്തത്. വേറെ ആരുമല്ല, ബിഗ് ബാസ്ക്കറ്റാണ്. ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏർലി മോർണിംഗ് സ്ലോട്ടൊക്കെയാണ് കൊടുത്തത്. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അവർ വന്ന് സാധനങ്ങളൊക്കെ വെച്ചിട്ട് പോയി. അപ്പോഴാണ് ഞാൻ എണീറ്റത്. അവരാണ് എന്നെ വിളിച്ചുണർത്തിയ അലാം. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് പല്ല് തേക്കാണ്. ഞാൻ ഇവിടെ നിന്നാണ് പല്ല് തേക്കുന്നത്. കാരണം ബാത്റൂമിൽ നിന്ന് തേക്കുമ്പോൾ മോൻ എണ്ണിക്കണ്ട എന്ന് വിചാരിച്ചിട്ട്. ചെറുപ്പത്തിൽ അവൻ എണ്ണിക്കുമായിരുന്നു. അങ്ങനെ ഇവിടെ ചേച്ചി അങ്ങ് ശീലമായി. അത് കഴിഞ്ഞ് നമ്മുടെ പണിപ്പുരയിൽ നമ്മുടെ അടുക്കളയിലേക്ക് കടന്നിരിക്കുകയാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പണി പാത്രം പെറുക്കി വെക്കുക എന്നുള്ളതാണ്. ഉണങ്ങിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാത്രം വാഷ് ചെയ്യാൻ. പലർക്കും ഇഷ്ടമല്ലാത്തൊരു ജോലിയാണ്, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് പാത്രം കഴുകാനും തുണി അലക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ അടുക്കി വെക്കാൻ, ഉണങ്ങിയ പാത്രം എടുത്ത് മാറ്റി വെക്കുന്നത് കുറച്ച് അലമ്പ് പരിപാടിയാണ്. ഭയങ്കര സൗണ്ടും ബഹളങ്ങളാണ്. എനിക്കത് ഇഷ്ടമല്ല. പക്ഷേ വേറെ നിവർത്തിയില്ലല്ലോ. അപ്പോൾ ഞാൻ തലേന്ന് വാഷ് ചെയ്ത് വെച്ച പാത്രങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ സ്ഥലത്ത് വെക്കുകയാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ആ രണ്ട് പാത്രം കണ്ടപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഇഡ്ഡലിയാണ്. ഇഡ്ഡലി ഉണ്ടാക്കുന്നത്, സാമ്പാർ ഉണ്ടാക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കില്ല. ഉള്ള കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടി അവസാനം നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് കളഞ്ഞു കളയും. ഇത് തന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനതൊന്നും കാണിക്കില്ല. പകരം ബാക്കി ജോലികളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മോന് കുടിക്കാനുള്ളത്. അപ്പോൾ തലേന്ന് രാത്രി ഞാൻ കെറ്റലിൽ വെള്ളം തിളപ്പിച്ചിട്ട് വെക്കും. അപ്പോൾ രാവിലെ ആകുമ്പോൾ ചൂടൊക്കെ കാണും. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം ഒന്നും കൂടി അവന് കുടിക്കാവുന്ന പാകത്തിൽ ഞാൻ ചൂടാക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ വീട്ടിലേക്കുള്ള വാട്ടർ ബോട്ടിലും സ്കൂളിലേക്കുള്ള വാട്ടർ ബോട്ടിലും നിറച്ച് വെക്കുകയാണ്. സ്കൂളിലേക്ക് കുറച്ച് വെച്ചാൽ മതി, കാരണം ഒരു ബ്രേക്കല്ലേ ഉള്ളൂ. അപ്പം അതൊക്കെ ഫില്ല് ചെയ്ത് വെച്ചു. അപ്പം ഇതൊക്കെ ഞാൻ കുക്കിങ്ങൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ട് ചെയ്യുന്ന പണിയാണ്. ഇന്നിപ്പോൾ നമുക്ക് സമയമുണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇപ്പം തന്നെ സ്നാക്ക് ബോക്സിലേക്കും ഉള്ളതങ്ങ് എടുത്ത് വെക്കാം എന്ന്. കാരണം ഒന്നും ഞാൻ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നില്ല. അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവുക കേട്ടോ. ചില അവൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കൂളിൽ ചെന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പം മാം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വരുന്നതെങ്കിൽ അവന് ഇഷ്ടമുള്ള സ്നാക്സൊക്കെ കൊടുത്തോളൂ, കുഴപ്പമില്ല. കാരണം ഞാൻ ഉണ്ടാക്കുന്നതൊന്നും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് വീണ്ടും എന്നുള്ള മട്ടിൽ അവനൊന്നും കഴിക്കുന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതൊക്കെ തന്നെ റിപ്പീറ്റഡായിട്ട് അവൻ കഴിക്കുന്ന സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്നും അതൊക്കെ പാക്ക് ചെയ്തു. അപ്പോൾ ഇതങ്ങ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ടാസ്ക് കഴിഞ്ഞ പോലെയാണ്. പിന്നെ ഇത് കൈയോടെ ഞാൻ അവൻ്റെ ബാഗിൻ്റെ അവിടെ കൊണ്ട് വെച്ചു. പിന്നെ അതേ പരിപ്പ് വേവിക്കാൻ വെച്ചു. പാല് കോഫിക്ക് വേണ്ടിയിട്ട് തിളപ്പിക്കാൻ വെച്ചു. അവൻ്റെ പാല് ഞാൻ റെഡിയാക്കി. ബാക്ക്ഗ്രൗണ്ടിൽ മെസ്സ് ശ്രദ്ധിക്കേണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാം. ഡ്രൈ വേസ്റ്റ് ഒക്കെ കൂടി അതൊക്കെ എടുത്ത് കളയണം. അപ്പോൾ സമയം ഞാൻ കാണിച്ചത് 7:30 ഇന്നലെ മോറത്തിൻ്റെ അവധിയായിരുന്നു അവന്. അപ്പോൾ ഞാൻ 6:30 എണീറ്റപ്പം എൻ്റെ കൂടെ എണീറ്റു. ഇന്ന് കണ്ട സ്കൂളുള്ള ദിവസം 7:30 എണീച്ചിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞെങ്കിലും ഇപ്പോൾ ഉടനെ തന്നെ ആശം പുറകെ എണീറ്റു. അപ്പോൾ ഞാൻ മെയ്ഡ് വന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് എടുത്തിട്ട് ടേബിളിൽ കൊണ്ടുവെക്കാം, കാരണം ആൻറ്റിക്ക് തൂക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ എടുത്ത് വെച്ചു. ഇവിടുന്ന് പതുക്കെ നമുക്ക് പിന്നെ മാറ്റാം. അപ്പം ഞാൻ പറഞ്ഞ കണക്ക് അവൻ എണീറ്റിട്ടുണ്ടായിരുന്നു. അവന് പാലൊക്കെ കൊടുത്ത് ഫ്രഷ് ആക്കി ഞാൻ എൻ്റെ കോഫി എടുത്തുകൊണ്ട് പോവാണ്.
അപ്പോൾ ഇത് തുടയ്ക്കുകയാണ് ആൻറ്റി. ഇവിടെ ഒരാൾ ഞാൻ ക്യാമറയായിട്ട് ഇങ്ങനെ പോയപ്പം ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിന്ന് പോസ് ചെയ്ത് തരുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ശരി ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കിടന്ന ബെഡൊക്കെ ഞാൻ സെറ്റാക്കി, കുളിക്കാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു. വെച്ചാൽ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടാലും മറ്റേത് സ്കൂൾ യൂണിഫോം, ടീഷർട്ട് മാത്രമേ ഉള്ളൂ, പാൻറ്റ് അല്ലാതെ അവൻ്റെതാണ്. അപ്പോൾ ഇനിയിപ്പം ചൂടുവെള്ളമൊക്കെ റെഡിയാക്കി അവനെ കുളിപ്പിക്കണം. അപ്പോൾ കുളിപ്പിക്കുന്ന ഒരു ചെറിയ ചടങ്ങാണ് തലയ്ക്ക് ഒഴിക്കുന്നത്. അതെനിക്കൊന്നും മിക്ക പിള്ളേർക്ക് ആ പ്രശ്നമുണ്ടല്ലേ, തലയ്ക്ക് ഒഴിക്കുന്നത് അവർക്ക് എന്തോ അങ്ങോട്ടൊരു ഇഷ്ടക്കേടായിരിക്കും. ബഹളമൊക്കെ കേട്ട് കഴിഞ്ഞാൽ അയൽവക്കത്തുള്ളവരായിരിക്കും ഞാൻ അവനെ അടിച്ച് അമ്മാതിരി ബഹളമാണ്. മുകളിൽ തലയ്ക്ക് ഒഴിക്കുമ്പോൾ ഉള്ള പ്രശ്നം തലയ്ക്ക് മുഖത്തും. അപ്പോൾ അവൻ വിചാരിക്കുന്നത് ഞാൻ അവനെ മാറി മാറി കവർ ചെയ്ത് ഫോട്ടോ എടുക്കുകയാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം ക്യാമറ എല്ലായിടത്തും ഞാൻ വെക്കുമല്ലേ. അപ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഫോട്ടോ ആണോ വീഡിയോ ആണോ എന്നൊക്കെ ചോദിച്ച് ബായൊക്കെ പറയാം കേട്ടോ. അങ്ങനെ അവനെ റെഡിയാക്കി ഞാൻ കിച്ചണിലേക്ക് വീണ്ടും വന്നു. സാമ്പാറൊക്കെ റെഡിയായി, താളിക്കണം. പിന്നെ ഇഡ്ഡലിക്ക് ഞാൻ വെള്ളം വെച്ചു. അപ്പം ഇഡ്ഡലി പാത്രത്തിൽ വെക്കണം, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാൻ മതിയല്ലോ. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ പണി. പിന്നെ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് രാത്രി അടുത്ത ദിവസവും ഒക്കെ നമുക്കങ്ങ് അത് മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തലേന്നത്തെ കുറച്ച് ചോറും കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, അതൊക്കെ ഞാനെടുത്ത് പുറത്ത് വെച്ചു. കിച്ചൺ പാതാമ്പുറമൊക്കെ നന്നായിട്ട് തുടച്ചു. അപ്പോൾ ഞാൻ വെച്ചു ഇനി ഇഡ്ഡലി ഇവിടെ ആവുന്ന സമയം കൊണ്ട് ഞാൻ പോയി തുണി വിരിക്കാമെന്ന്. തുണി അലക്കുന്നതും വിരിക്കുന്നതും കാണിക്കാതെ ഒരു വ്ളോഗ് പൂർണ്ണമാവില്ല എൻ്റെത്, അതങ്ങനെയാണ്. അപ്പോൾ എന്തായാലും അലക്കൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ പോകാൻ സമയമായി. അപ്പം അവൻ്റെ വാട്ടർ ബോട്ടിലും സ്നാക്സും കർച്ചീഫും ഒക്കെ എടുത്ത് വെക്കുവാണ്. ഇപ്പോൾ ആൾ വലിയ പ്രശ്നമില്ലാതെ സ്കൂളിൽ പോകും കേട്ടോ. ആദ്യത്തെ ഇപ്പോൾ 1.5 മാസം കഴിഞ്ഞു. ഇപ്പം സ്കൂളിൽ പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഓക്കെയാണ്. മുമ്പൊക്കെ സ്കൂളെന്ന് പറഞ്ഞാൽ വാക്കേ നമുക്ക് പറയാൻ പറ്റില്ല, വേറെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആൾ നേരെ കാറിൻ്റെ അവിടെയാണ് പോയത്, കാരണം ഇന്ന് അപ്പം ഇല്ലല്ലോ. എനിക്ക് ലൈസൻസൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ ലൈസൻസ് ഭദ്രമായിട്ട് വാളറ്റിൽ കിടന്ന് ഉറങ്ങുകയാണ്. തെളിയിക്കേണ്ടിയിരിക്കുന്നു. അപ്പം നടക്കാമെന്നൊക്കെ പറയുമ്പോൾ ആദ്യം ഇച്ചിരിയൊക്കെ ഒന്ന് ചിണുങ്ങിയെങ്കിലും പിന്നെ അവൻ നടന്നു കേട്ടോ. അങ്ങനെ അവനെ ഞാൻ സ്കൂളിലൊക്കെ ആക്കിയിട്ട് വന്നു. സ്കൂളിലാക്കിയിട്ട് വന്നാലും എനിക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പണിയൊക്കെ അവൻ തന്നിട്ടായിരിക്കും പോകുന്നത്. പിന്നെ എനിക്കിതൊന്നും പ്രശ്നമല്ല കേട്ടോ. ഇങ്ങനെ ഈ ടോയ്സ് അലമ്പാക്കി ഇടുന്നത് അത് എത്ര വട്ടമാണെങ്കിലും ഞാൻ അടുക്കി വെക്കും. രാവിലെ സ്കൂളിൽ പോയ ശേഷം അടുക്കി വെക്കും, അവനെ എണീച്ച ശേഷം അലമ്പാക്കുമ്പോൾ ഒന്നുകൂടി എടുക്കും, രാത്രി എടുക്കും. ഇതൊക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത പണിയാണ്. അവന് പല വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുക, അവൻ കഴിച്ചില്ലെങ്കിലും കുറച്ച് വിഷമമാവുമെങ്കിലും പിന്നെയും ഞാൻ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കും. എനിക്ക് ഏറ്റവും സ്ട്രെസ്ഫുള്ളായിട്ട് എൻ്റെ പാരൻറ്റിങ്ങിൽ തോന്നിയിട്ടുള്ളത് അവനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ സ്ക്രീൻ ടൈം അല്ലാതെ അവൻ്റെ കൂടെ ഇരുന്ന് കളിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഞാൻ ഡിസ്റ്റർബ്ഡ് ആവും. എനിക്ക് അവന് വേണ്ടി ഫുഡ് ഉണ്ടാക്കണ്ടേ, തുണി മടക്കാനുണ്ടല്ലോ, പാത്രം സിങ്കിലിടണമല്ലോ എന്ന് പല തോട്ട്സാണ്. ഞങ്ങളുടെ ഏജ് ഗ്യാപ്പ് ആണല്ലോ അതിൻ്റെ ഒരു ഫാക്ടർ. അപ്പം എനിക്ക് ഏറ്റവും സ്ട്രെസ്ഫുള്ളായിട്ട് പാരൻറ്റിങ്ങിൽ തോന്നിയിട്ടുള്ളത് അവനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഓർത്തിട്ടാണ്. എന്തെങ്കിലുമൊക്കെ ആ സ്ട്രെസ്സ് കുറയായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്ന് ഷാമ്പു ഇടണം. അപ്പോൾ ഞാൻ അവൻ്റെ എണ്ണ തന്നെയാണ് ഞാൻ അടിച്ച് മാറ്റുന്നത്. അവൻ ഇച്ചിരി പോരെ. അപ്പോൾ അതിൽ എണ്ണയൊക്കെ തല നിറച്ചും തേച്ച് നല്ല മെഴുമെഴായിരിക്കണം എൻ്റെ തല. അപ്പോൾ എണ്ണ തേച്ചത് കൊണ്ട് ഒരു 10 മിനിറ്റെങ്കിലും ഇരിക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വെച്ച് ഈ സമയം കൊണ്ട് ഈ വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളയാൻ. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഈ വീട്ടിൽ ആകെപ്പാടെ 2 മനുഷ്യർ ഒരു കുരുന്നുമാണോ ഉണ്ടെങ്കിലും എല്ലാ ദിവസവും ഒരു കെട്ട് വേസ്റ്റ് കാണുമേ, എല്ലാ ദിവസവും. അപ്പോൾ വേസ്റ്റൊക്കെ മാറ്റി, ഡ്രൈ വേസ്റ്റും വെറ്റ് വേസ്റ്റും ഒക്കെ കളഞ്ഞു, കവറൊക്കെ മാറ്റി. ഇനിയിപ്പോൾ ഞാൻ രാവിലെ വന്ന ഗ്രോസറീസൊക്കെ എടുത്ത് വെച്ചു. ഞാൻ കുറച്ച് പേരയ്ക്ക മേടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ചായിട്ട് പേരയ്ക്ക നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ഈ വീട്ടിൽ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഗൈസ്, ഈ വീട്ടിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. കൊച്ചും കഴിക്കുന്നില്ല, കൊച്ചിൻ്റെ അപ്പനും കഴിക്കുന്നില്ല. ഞാൻ നോക്കുമ്പോൾ ഞാനാണ് കയറി ഇറങ്ങി ഫ്രൂട്ട്സ് കഴിക്കുന്നത്. അപ്പം ഞാൻ വെച്ച് എന്തിനു വെറുതെ കുറേ വാരിക്കെട്ടി മേടിക്കുന്നത്, ഞാൻ കഴിക്കുന്ന എനിക്കിഷ്ടമുള്ളത് മാത്രമേ ഞാൻ മേടിക്കുള്ളൂ എന്നൊരു തീരുമാനത്തിലാണ്. അഥവാ അവർക്ക് വേണമെങ്കിൽ ഇതങ്ങ് കഴിക്കാം, അല്ലെങ്കിൽ ഞാൻ കഴിച്ചോളും. അല്ലാതെ ചുമ്മാ കുറേ ഫ്രൂട്ട്സ് ഇടയ്ക്ക് എനിക്കിങ്ങനെ ഭയങ്കര ക്രിക്ക് തോന്നും. കൊച്ചിന് ഫ്രൂട്ട്സ് കൊടുക്കണം, ഫൈബർ കൊടുക്കണം, പ്രോട്ടീനും വിറ്റമിൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ വാരി കെട്ടി മേടിക്കും. അത് വേസ്റ്റ് ആവുകയാണ്, അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് കഴിക്കേണ്ടി വരികയെന്ന് ഓർത്തിട്ട് ഞാനിപ്പോൾ എനിക്കിഷ്ടമുള്ളത് മാത്രമേ മേടിക്കാറുള്ളൂ. അപ്പോൾ അതൊക്കെ കഴുകാനായിട്ട് വെച്ചു. ഇനിയിപ്പോൾ ഞാൻ കുളിക്കണം. അവൻ്റെ ഡ്രസ്സാണ് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇടാനായിട്ട്. അങ്ങനെ കുളിച്ച് നനച്ചൊക്കെ വന്നു. ഇനിയിപ്പോൾ ചോറ് വെക്കണം. ചോറ് മാത്രമേ വെക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞ കണക്ക് യൂണിവേഴ്സൽ ഡിഷായിട്ടുള്ള സാമ്പാറുള്ളപ്പോൾ പിന്നെ വേറെ എന്ത് വേണം നമുക്ക്. അപ്പം വെള്ളച്ചോറാകുമ്പോൾ അവൻ കഴിച്ചോളും. അല്ല മറ്റേ ചോറാണെങ്കിൽ പിന്നെ അവന് സെപ്പറേറ്റ് വെക്കണം. ഞാൻ ഗ്രൈൻഡറുമായിട്ട് 2 ചോറൊക്കെ വെക്കാൻ പണി കിട്ടി. അതുകൊണ്ട് ഞാൻ കുക്കറിൽ ചോറ് വെക്കുകയാണ്. സമയം ഇപ്പോൾ ഒരു 11 മണിക്ക് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ഞാൻ പതുക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, കാരണം ഞാൻ പറഞ്ഞ കണക്ക് ഓടിപ്പിടിച്ച് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ചോറൊക്കെ വെച്ച ശേഷം ഞാൻ സ്കൂളിൽ വിളിക്കാനായിട്ട് പോവാണ്. സാധാരണ ചില ദിവസങ്ങളിൽ തിരക്ക് പിടിച്ചിട്ട് ഒക്കെ ഇരിക്കുമ്പം ഞാൻ ചിലപ്പോൾ 12 മണി കഴിഞ്ഞാണ് പോകുന്നത്. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ പോയത് കൊണ്ടാണെന്ന് തോന്നുന്നു. അവിടെ അകത്ത് എല്ലാവരും ഗ്രൂപ്പ് സോങ് ഒക്കെ പാടുന്നു. അപ്പോൾ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വെച്ച് ഞാൻ പുറത്ത് തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അല്ലെങ്കിൽ അവൻ എനിക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പം ഇതാണ് അവൻ്റെ സ്കൂൾ കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോകുന്ന വഴിക്ക് സാത്തൻ്റെ സ്കൂളിനടുത്തുള്ളൊരു ചെടി കേട്ടോ, ഒരു തക്കാളി ചെടിയാണിത്, പഴുക്കാൻ കാത്തിരിക്കുകയാണ് ഞാൻ പറിക്കാനായിട്ട്. അതിന് മുമ്പ് ആരെങ്കിലും പറിച്ചുകൊണ്ട് പോകുമെന്തോ.
അതെ, സ്കൂളിൽ എന്നോട് പറഞ്ഞത് ഇന്ന് കുറച്ച് ആക്റ്റീവ് അല്ലായിരുന്നു, എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് കണ്ടാൽ പറയൂ, തീരെ പറയത്തില്ല. ഭയങ്കര ഓട്ടം ബഹളം ചാട്ടമൊക്കെ ആയിരുന്നു. എല്ലാ ദിവസവും നമ്മൾ ഈ ഓട്ടോ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഓട്ടോ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ചേട്ടാ ഒരു ദിവസം എവിടെ പോകാൻ പറ്റുമോ എന്ന് വെച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഡ്യൂട്ടി ഉണ്ടെന്ന്. ഈ ഓട്ടോ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഈ ചേട്ടൻ എന്താ ഡ്യൂട്ടി എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ പോട്ടെ, നമുക്കെന്താ. അപ്പോൾ ഞങ്ങൾ ഈ ഓട്ടോയിൽ ഇങ്ങനെ കയറും ഇറങ്ങും. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു വിനോദങ്ങൾ. മുമ്പൊക്കെ ഞാനിവനെ ഇടുപ്പത്ത് എടുത്തിട്ടാണ് വീട്ടിൽ പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം അവൻ്റെ ബാഗ്, കൊട, വടി അവൻ ഒക്കെ ചുമന്നുകൊണ്ട് പോകുന്നത് എനിക്ക് കുറച്ച് പാടായിരുന്നു. വീട് കുറച്ച് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതായിരുന്നു പിന്നെയും ഭേദമെന്ന്. കാരണം ഞങ്ങളിതൊക്കെ പാടി വീട്ടിലെത്തുമ്പോൾ തന്നെ അരമണിക്കൂറാവും. അവിടെ പോയി ഇവിടെ പോയി അവിടെ തിരിഞ്ഞ് ഇവിടെ തിരിഞ്ഞ് പിന്നെ പോട്ടെ, അവൻ്റെ ഒരു സന്തോഷങ്ങളല്ലേ എന്ന് വിചാരിച്ചിട്ട് വിടും. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൈയും കാലൊക്കെ കഴുകി ഫുഡൊക്കെ കൊടുത്ത് ഉറക്കും. പക്ഷേ ഇന്ന് അവനെനിക്കിട്ട് നന്നായിട്ട് പണി തരുന്ന ഒരു ദിവസമായിരുന്നു തോന്നുന്നു. അവനത് ഇങ്ങനെയൊക്കെ സാഹസം കാണിക്കണമെന്നൊക്കെ പറഞ്ഞു. സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ നൈസിന് ഒഴിവാകുമ്പം പറയുന്നൊരു ഡയലോഗാണ്, അപ്പം ചെയ്യും സാത്തു എന്ന്. ഇന്ന് അവൻ എൻ്റെ മുഖത്തേക്ക് പറയാം, അപ്പം ഓഫീസിലല്ലേ അങ്ങോട്ട് ചെയ്യായിരുന്നു. പിന്നെ പോട്ടെ എന്ന് വെച്ച് ഞാൻ 2-3 വട്ടം അവനിങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ നടക്കണം. എന്നെക്കൊണ്ട് ഇവനെ പൊക്കാനും വയ്യ ഒന്നും വയ്യ. അപ്പോൾ ഞാൻ തീർന്നു ഫിനിഷായി എന്നൊക്കെ പറയുമ്പോഴും ആശ വളരെ ക്ലിയർ ആയിട്ട് നോ, ഇനിയുണ്ട്, 1 ടൈം ഉണ്ട്, 2 ടൈം ഉണ്ട്. സ്കൂളിലൊക്കെ വിട്ടതിൻ്റെ കുഴപ്പമാണ്. ഇപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ആദ്യമൊന്നും ഇങ്ങനെ സംസാരിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പോൾ നല്ല വിവരം വെള്ളിയാഴ്ചയൊക്കെ വന്നു തുടങ്ങി. അതെനിക്കിട്ട് പണിയാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് തർക്കിച്ചു, പിന്നെ ഒന്നുകൂടിയൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നൈസായിട്ട് ഞാൻ പറഞ്ഞു, ഇല്ല നമുക്ക് ചോറ് കഴിക്കാം, നമുക്ക് ഉറങ്ങാമെന്നൊക്കെ പറഞ്ഞ് സ്കൂൾ കഴിഞ്ഞ് വന്ന ഉടനെ ഞാനൊരു മണിക്കൂറിനകത്ത് തന്നെ പിടിച്ചങ്ങ് ഉറക്കും. കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ ഭയങ്കര ക്രാങ്കി ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതാകുമ്പം ഉറങ്ങി ഒരു 3:30 ആകുമ്പോൾ എനിക്ക് ആൾ നല്ല ഫ്രഷ് ആയിട്ട് എനർജറ്റിക് ആയിട്ട് ഇരിക്കും. അപ്പം അങ്ങനെ നമ്മുടെ സാഹസമൊക്കെ കഴിഞ്ഞു. ഞാൻ പിടിച്ച് അവനെ ഉറക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറ് കഴിക്കാനായിട്ട് തുടങ്ങി കേട്ടോ. പിന്നെ എന്നെ ഓർത്തു, അയ്യോ ഞാൻ ചോറ് കഴിക്കുന്ന എന്തെങ്കിലും ഒന്ന് കാണിക്കണ്ടെന്ന് വിചാരിച്ചു. ചോറ്, സാമ്പാർ, കുറച്ച് പപ്പടം, മെഴുക്കുവരട്ടി, പൊട്ടറ്റോ ഫ്രൈ, അതാണ്. അപ്പോൾ അതൊക്കെ കൂട്ടി ഞാൻ ചോറൊക്കെ കഴിച്ചു. ചോറ് കഴിച്ച ശേഷം നമ്മുടെ പേരക്കയൊക്കെ ഞാൻ കഴുകി ഉണക്കാൻ വെച്ചിരുന്നു ഒരു ടവലിൽ. പിന്നെ അതൊക്കെ എടുത്ത് തുടച്ച് ഫ്രൂട്ട് ബാസ്ക്കറ്റ് അതിനകത്തോട്ട് ഇടാമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിക്കുന്ന പേരക്കയും പിന്നെ നേന്ത്രപ്പഴവും കുറച്ച് പ്ലംസും. ഈ നേന്ത്രപ്പഴമൊക്കെ ഞാൻ ചെറുപ്പത്തിലേ അല്ല, ഈ അടുത്തിടെ വരെ കഴിക്കത്തില്ലായിരുന്നു. എൻ്റെ പ്രഗ്നൻസിയുടെ സമയത്താണ് ഞാൻ അധികമായിട്ട് കഴിച്ചു തുടങ്ങി. ഇപ്പം ഞാൻ കഴിക്കും കേട്ടോ. അതിന് മുമ്പ് എനിക്ക് പഴമൊന്നും തീരെ ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീട്ടിൽ ഫ്രൂട്ട്സ്. ഇതൊക്കെ മതി, വെറുതെ ചുമ്മാ വാരിക്കെട്ട് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞ കണക്ക് വെറുതെയാണ്, ഒരു കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് നേരം നടുവ് നിർത്തി എന്തെങ്കിലും റീൽസ് കാണാമെന്ന് വെച്ചപ്പോഴത്തേക്കും മഴ സമ്മതിച്ചില്ല. എന്ത് പറയാനാണ്, ഒടുക്കലത്തെ മഴയായിരുന്നേ. ഒരു 10 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുമ്പോൾ അത്ര നന്നായിട്ട് മഴ പെയ്യുന്നതായിട്ട് തോന്നില്ല, പക്ഷെ നല്ല മഴയായിരുന്നു. ഞാൻ ആകെപ്പാടെ നനഞ്ഞു കുതിർന്ന്, എൻ്റെ കൊച്ചിൻ്റെ തുണിയെല്ലാം നനഞ്ഞു ഗൈസ്. തലേന്നത്തെ തുണിയൊക്കെ ഞാൻ എടുത്തിട്ടിട്ട് ഇങ്ങോട്ട് വിരിക്കാം എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും അടപടലം മഴയായി. ഞാൻ ഫുള്ള് നനഞ്ഞ് കുതിർന്നു. പിന്നെ ഞാൻ തലയിൽ കൂടി ഒരു തോർത്തൊക്കെ ഇട്ടിട്ട് തുണിയൊക്കെ മാറ്റിയൊക്കെ വിരിച്ച കൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയും തീർന്നു. പക്ഷേ ഭയങ്കര കാറ്റും മഴയായിരുന്നു. അപ്പോൾ തലേന്നത്തെ തുണി ഞാനിങ്ങനെ ബെഡിൽ കൊണ്ട് ഇടലാണ് പതിവ്. സാധാരണ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് തോന്നുമ്പോഴൊക്കെയാണ് മടക്കുന്നത്. പക്ഷേ അതൊരു നല്ല ശീലമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അങ്ങനെ ഇരുന്നിരുന്ന് പിന്നെയും തുണി ഭയങ്കരമായിട്ട് തണുത്ത് എനിക്ക് അങ്ങോട്ടൊരു ഫ്രഷ്നെസ് പോകുന്ന പോലെ തോന്നിയുകൊണ്ട് ഞാൻ അപ്പോൾ കൈയോടെ തന്നെ തലേന്നത്തെ തുണിയൊക്കെ മടക്കി അലമാരയ്ക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ ആ പണി അങ്ങ് തീർന്നല്ലോ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ റെസ്റ്റൊക്കെ എടുത്തപ്പോഴത്തേക്കും പിന്നെ 3:30 കഴിഞ്ഞിട്ടാട്ടോ ഇത് ഞാൻ പാത്രം കഴുകാമെന്ന് വിചാരിച്ചു. കാരണം എനിക്കൊന്ന് പുറത്ത് പോകണം. അപ്പോൾ എൻ്റെ മെയ്ഡ് ആൻറ്റി വരുമ്പോൾ തന്നെ 5:30 കഴിയും. പിന്നെ കഴുകിയൊക്കെ പോകുമ്പോൾ 6 മണിയാവും. മിക്കപ്പോഴും അപ്പം മഴയൊക്കെ ആവും. പുറത്ത് പോകാനായിട്ട് പിന്നെ ഒരുപാട് ലേറ്റാവും. അപ്പം ഞങ്ങളുടെ മാത്രം കുറച്ച് പാത്രങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ കഴുകാമെന്ന് വിചാരിച്ചു. മോൻ അവിടെ പാലൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകിയിട്ട് എനിക്ക് കോഫിയൊക്കെ ഇട്ട് കുടിച്ച് പിന്നെ ആ പാത്രമൊക്കെ കഴുകിയിട്ട് വേണം ഒന്ന് പുറത്ത് പോകാൻ. പുറത്ത് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങനെ ഷോപ്പിങ്ങും അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കാണണം സാത്തൂന്, പിന്നെ എവിടെയെങ്കിലും പോയിട്ടൊന്ന് ഫുഡ് കഴിക്കാം. കഴുകി വെച്ച പാത്രങ്ങൾ ഈ സിങ്കും കണ്ട് നിർവൃതിയുടെ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പം ഞാൻ കോഫി ഇടാന്ന് വെച്ചപ്പോഴത്തേക്ക് ഇവിടെ ഒരാൾ വന്നിട്ട് ഞാൻ മിക്സ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കോഫി പൗഡറും ഷുഗറും ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യുന്നത് കണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ 100,000 ഡൗട്ടാണ്, ചായ പോരെ, കോഫി ആണോ, പാലെവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര സംശയങ്ങളാണ്. അവസാനം പിന്നെ ഞാൻ കോഫിയൊക്കെ ഇട്ട് കുടിച്ചു. പിന്നെ ആളെ റെഡിയാക്കി ഞാൻ ഫോട്ടോ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് വന്ന് പോസ് ചെയ്യാണ്. പാവം കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തു കൊടുത്തു. ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് മനസ്സിലായില്ല. പാവം നല്ല ക്യൂട്ടായിട്ടില്ലേ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞാനും റെഡിയായി നമുക്ക് പോവാമെന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയപ്പം 6 മണിയൊക്കെ ആയി. അപ്പോൾ പിന്നെ വിളക്ക് എത്തിച്ചിട്ട് പോവാം എന്നൊക്കെ വിചാരിച്ചു. ശരിക്കും എനിക്ക് അങ്ങനെ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഞാൻ ചെയ്യുന്ന ഒരു കാര്യമല്ല കേട്ടോ ഇത്. എന്ന് വെച്ചാൽ നമുക്ക് പീരിയഡ്സൊക്കെ ആകുമ്പം നമ്മൾ ഒരാഴ്ചയൊന്നും പിന്നെ ആ ഏരിയയിലോട്ട് തിരിഞ്ഞ് നോക്കില്ലല്ലോ. ചിലപ്പോൾ അതങ്ങ് നീണ്ടു പോകും. പിന്നെ ഒരു ഫ്ലോയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങ് കണ്ടിന്യൂ ചെയ്യാൻ നോക്കും കേട്ടോ. കാരണം ഇതൊക്കെ ഒരു
ഒരു ജോലി എന്നതിനെക്കാട്ടിലും ഒരു ഐശ്വര്യമുള്ളൊരു കാര്യമല്ലേ. ഞാൻ ഭയങ്കര ഒരു ഭക്തിയൊന്നും അല്ലെങ്കിലും ഈ ചെയ്യുമ്പം എനിക്ക് ഭയങ്കര ഒരു സമാധാനം കിട്ടുന്ന കാര്യങ്ങളാണ് വിളക്ക് കത്തിക്കുക, തിരി കത്തിക്കുക, സാമ്പ്രാണി കാണിക്കുക എന്നുള്ളതൊക്കെ. അപ്പം സാത്തുവും ഇങ്ങനെ വന്ന് നിൽക്കും കേട്ടോ. ചിലപ്പോൾ വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് സാമി കാപ്പാത്ത് എന്നൊക്കെ വന്ന് പറയത്തേ ഉള്ളൂ. എങ്കിലും ഞാനത് എൻകറേജ് ചെയ്യും. അപ്പോൾ അതെ, ഞാൻ കുറച്ച് സാമ്പ്രാണി കത്തിക്കുകയാണ്. ശരിക്കും ചൊവ്വയും വെള്ളിയാണ് ഞാൻ സാമ്പ്രാണി മിക്കവാറും കത്തിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഭയങ്കര മഴയും തണുപ്പും ഒരു മൂകതയാണ്. അപ്പം അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ സാമ്പ്രാണി കത്തിക്കാൻ ആൾ മണിയൊക്കെ ഭയങ്കരമായിട്ട് അടിക്കുകയാണ്. ഇതൊന്നും എല്ലാ ദിവസവും ഉള്ള സീനൊന്നും അല്ല കേട്ടോ. അപ്പോൾ എന്തായാലും സാമ്പ്രാണിയൊക്കെ കത്തിച്ച് എല്ലാ റൂമിലും ഞാൻ കൊണ്ടുപോയി കാണിക്കും. അപ്പം ഒരു പോസിറ്റിവിറ്റി ആണല്ലോ നമുക്ക്, അതിൻ്റെ മണമൊക്കെ. അങ്ങനെ ഞാൻ എല്ലാ റൂമിലും കൊണ്ട് കാണിച്ചു. ആൾക്കപ്പത്തേക്കും പൊട്ട് വേണം, പൂ വേണം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഇടുന്ന അടുത്ത സെക്കൻഡ് തന്നെ മായ്ച്ച് കളയും. എല്ലാ പിള്ളേരും അങ്ങനെ ആയിരിക്കും. എന്തായാലും സാമ്പ്രാണിയൊക്കെ കാണിച്ചു. പിന്നെ ബാഗ് പാക്ക് ചെയ്ത് നമ്മൾ പോകാനായിട്ടിരിക്കുകയാണ്. ബാഗ് കൊച്ചുമായിട്ട് പോകുമ്പോൾ പിന്നെ നമുക്ക് ഒരു കെട്ട് സാധനമുള്ളൂ. ഇപ്പോൾ എന്തായാലും ഡോക്ടറെ കാണണം, ഞാൻ പറഞ്ഞില്ല, അവന് ചെറിയ ഡൈജഷൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അവൻ്റെ ഫയലും പിന്നെ അവൻ്റെ വാട്ടർ ബോട്ടിലും അതും ഇതും ചപ്പും ചവറുമായിട്ടൊക്കെ നമ്മൾ പോവാണ്. അപ്പോൾ ഭാഗ്യത്തിന് ഓട്ടോ കിട്ടി. കാരണം മഴയാകുമ്പം അതൊരു വലിയ ചടങ്ങാണ്. ബാംഗ്ലൂരിൽ ഉള്ളവർക്കും വന്നിട്ടുള്ളവർക്കും കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മേക്കപ്പ് കുറച്ച് കൂടിപ്പോയെന്ന് വെച്ചാൽ ഞാൻ പോകുന്ന സ്ഥലവും എൻ്റെ മേക്കപ്പായിട്ടൊരു ചേർച്ചക്കേട് പോലെ. സാരമില്ല, പോട്ടെ. അങ്ങനെ നമ്മൾ മേടിച്ച മേക്കപ്പൊക്കെ പിന്നെ നമ്മൾ ഇടണ്ടേ, ഇടാതെ പിന്നെ വെറുതെ വെക്കാൻ പറ്റുമോ. അപ്പോൾ അതെ, നമ്മൾ പോവാണ്. ബാംഗ്ലൂരിലെ വേറൊരു ക്ലിയർ സീൻ ഞാൻ കാണിച്ചില്ല. അതാ കണ്ടോ, പട്ടി സാമ്രാജ്യമാണ് ഗൈസ്. നമ്മുടെ വീടിൻ്റെ അവിടെ പട്ടി സാമ്രാജ്യമാണ്. നടന്നൊന്നും പോകാനേ പറ്റത്തില്ല, അത്രയും പട്ടികളാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഡോക്ടറിന് അവിടെ എത്തി. ഭാഗ്യത്തിന് നമ്മളാണ് ആദ്യത്തേത്. കാരണം ഇപ്പോൾ ഫീവറിൻ്റെ സീസൺ ആയതുകൊണ്ട് ഒത്തിരി ആൾക്കാർ വരുവേ. അപ്പോൾ ഡോക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഡോക്ടറെ കണ്ടു, മരുന്നൊക്കെ മേടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് സമയം ഒരു 6:30 ആവാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചിട്ട് നേരത്തെ നമ്മൾ ഇറങ്ങി. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാൻ ഞാൻ ഓൾറെഡി മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സാത്തൂനെയും കൊണ്ട് സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് ഫിൽറ്റർ കോഫി. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം, എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം. ഞാൻ കഴിക്കാൻ വിചാരിച്ചിട്ടില്ല, കാരണം അത്രയും നേരത്തെ എനിക്ക് വിശക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അവന് ഞാൻ ഇടിയപ്പം അവന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ അടുത്താണ് ഞാൻ മനസ്സിലാക്കിയത് അവന് ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ ഇടിയപ്പമാണ് ഭയങ്കര ഇഷ്ടമെന്ന്. പാവം. അപ്പോൾ എന്തായാലും ഇടിയപ്പം മേടിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാൻ അമ്മയ്ക്ക് ഇലയൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇടിയപ്പം വന്നു, കഴിച്ചു. എൻ്റെ കാലക്കേടിന് ഇടിയപ്പം കഴിച്ച് പകുതി പോലും ആവുന്നതിന് മുമ്പേ തൊട്ടടുത്ത ആൾക്ക് ഓർഡറിന് വേണ്ടിയിട്ട് പൂരി പോയേ. അപ്പോൾ പിന്നെ ആൾക്ക് പൂരി മതി ഇടിയപ്പം വേണ്ടാന്ന് പറഞ്ഞ് ഭയങ്കര വാശി നിർബന്ധമായിരുന്നു. അവിടെ ദോശ ചുടുന്ന ലൈവ് കൗണ്ടറിൽ സൗണ്ട് കേട്ട് പേടിച്ചിട്ട് എൻ്റെ കൈയൊക്കെ പിടിച്ചിരിക്കുകയാണ് ആൾ. അങ്ങനെ പൂരി വന്നു. പിന്നെ പൂരി പകുതി എൻ്റെ വയറ്റിലോട്ടാണ് പോയത്, കാരണം ഒന്നാമത് വലിയ പൂരിയാണ്, പിന്നെ 3 എണ്ണമൊക്കെ ഉണ്ടായിരുന്നു. ഓൾറെഡി അവൻ കുറച്ച് ഇടിയപ്പം കഴിച്ചുകൊണ്ട് അവനും ഞാനും ഇടിയപ്പം പൂരിയും കഴിച്ച് ഞങ്ങളുടെ 2 പേരും ഡിന്നറും ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മൾ കഴിച്ച് ഫിനിഷ് ചെയ്തു. ഇപ്പോൾ സമയം ഒരു 6:45 ആയതേ ഉള്ളൂ. നല്ലതാണ് നേരത്തെ ഡിന്നർ കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇവിടുത്തെ ഫിൽറ്റർ കോഫിയിൽ ഒരു സ്വീറ്റ് സ്റ്റോളുണ്ട്. റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് തന്നെയാണ്. ഒത്തിരി സ്വീറ്റ്സ് ഒന്നും ഇല്ല, പക്ഷേ എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമുള്ളത് ഇവിടുത്തെ ജാംഗ്രിയാണ്. എനിക്കും എൻ്റെ ഡാഡിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ജാംഗ്രി. നല്ല ക്രിസ്പിയാണ്. അപ്പോൾ നിങ്ങളിവിടെ വരുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതും കുറച്ച് മേടിച്ചിട്ടാണ്, പിന്നെ എന്തായാലും വന്നതില്ലെന്ന് പറഞ്ഞ് കുറച്ച് മേടിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യാണ്. മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയെന്ന്, പക്ഷേ ഞാൻ കുടയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഓട്ടോ വന്നു. പിന്നെ നമ്മൾ വീട്ടിലേക്ക്, ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ മോനെയും കൊണ്ട് ഇങ്ങനെ കറങ്ങാൻ പോകാൻ. ശരിക്കും ഞങ്ങൾ 3 പേരെക്കാട്ടിലും ഞാനും അവനുമാണ് എപ്പോഴും ഇങ്ങനെ കറങ്ങാനൊക്കെ പോകുന്നത്. മോളിൽ പോകുന്നതും ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പോകുന്നതും എവിടെയെങ്കിലുമൊക്കെ എനിക്ക് അവനെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവനും അങ്ങനെ ആയിരിക്കുമായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ തിരിച്ച് വീട്ടിൽ എത്തി. ഞങ്ങൾ ഓൾറെഡി ഫുഡ് കഴിച്ച് വന്നതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്ന ഉടനെ ഡ്രസ്സ് മാറ്റിയിട്ട് ആദ്യം ചെയ്യുന്ന മേക്കപ്പ് റിമൂവ് ചെയ്യുന്നതാണ്. ഇടുന്നത് പോലെ തന്നെ എനിക്കിഷ്ടമാണ് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ, അതൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഒരു ക്ലെൻസർ കാണിച്ചിട്ടുണ്ടായിരുന്നു, ക്ലെൻസിങ് ഓയിൽ. അപ്പോൾ ഇത് ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു അത് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യുന്നത് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പം നന്നായിട്ട് എമൽസിഫൈ ആവും, കാരണം നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അത് എമൽസിഫൈ ആയിട്ട് എല്ലാ മേക്കപ്പും ഭയങ്കര പെട്ടെന്ന് തന്നെ പോവും. ഞാൻ പിന്നെ ഫൗണ്ടേഷനൊന്നും ഇടുന്ന ആളല്ല, എങ്കിലും എനിക്ക് തോന്നുന്നു അതൊക്കെ ഇട്ടാൽ പോലും ഇത് പെട്ടെന്ന് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയും. പിന്നെ അതേ ഡോട്ട് ആൻഡ് കീയുടെ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റേതായിട്ടുള്ളൊരു കുട്ടി സ്കിൻ കെയർ, അങ്ങനെ ഭയങ്കരമായിട്ടും സ്കിൻ കെയർ ഒന്നും ചെയ്യുന്ന ആളല്ലെങ്കിലും അത്യാവശ്യം മുമ്പൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത സമയവും പൈസയൊക്കെ കളയായിരുന്നു. ഇപ്പം വയ്യ അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഉറക്കാമെന്ന് വെച്ചപ്പോഴത്തേക്ക് ആൾ ഇവിടെ കളറൊക്കെ ചെയ്ത് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തായാലും ചെയ്യുമല്ലേ, അത് ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ അവൻ്റെ കൂടെ കുറച്ച് നേരം കളറൊക്കെ ചെയ്തിട്ട് പിന്നെ പതുക്കെ ആളുടെ ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ പറഞ്ഞു വാ നമുക്ക് ഉറങ്ങാം എന്നൊക്കെ. സമയമൊക്കെ 9:30 കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇത് ഇന്നലെ എടുത്ത വ്ളോഗ് ആയതുകൊണ്ടുള്ള കാര്യം പറയണമല്ലോ. എന്നെ കൊണ്ട് കിടത്തിയിട്ട് അവന് മുമ്പേ ഞാൻ ഉറങ്ങി, അവൻ എപ്പോഴോ ഉറങ്ങി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.